ഹലോ. അപ്പോൾ ലൂക്കേൻ്റെ നൈറ്റുള്ള മരുന്നുകളുണ്ടല്ലോ, അവനിപ്പോൾ നല്ലപോലെ പനിയും ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോൾ മരുന്ന് കൊടുക്കാനായിട്ടുണ്ട്. ഇത് പനി, നീരിവീഴ്ച, ചുമ, അതുപോലെ മൂക്കടപ്പിനുള്ളതും പോരാത്തതിന് രാത്രി കൊടുക്കുന്ന ഒരു കാൽസ്യത്തിൻ്റെ ഒരു ഡ്രോപ്പും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ലൂക്കയുടെ എക്സ്പ്രഷൻ നമുക്ക് നോക്കിയാലോ. ഇതാ ഇത്രയും മരുന്ന് കഴിക്കണം. ആദ്യം നമ്മൾ കാൽസ്യത്തിൻ്റെ ഒരു മരുന്ന് കൊടുക്കുന്നുണ്ട്. അതാ ഇതുപോലെ അങ്ങനെ കുടിച്ച് തീർക്കുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല, മരുന്ന് കൊടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല, അങ്ങനെ കുടിച്ച് പൊക്കോളൂ കേട്ടോ. വലിയ പ്രശ്നക്കാരനൊന്നുമല്ല. നമ്മൾ നീർവീഴ്ചയുടെ മരുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നീർവീഴ്ചയുടെ മരുന്ന്, അതും കൊടുക്കുന്നുണ്ട്. അതും വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ കഴിച്ചു. ഇത് വലിയ പ്രശ്നമില്ലാത്തൊരു മരുന്നാണ്, നല്ല രീതിക്ക് അങ്ങോട്ട് കുടിച്ച് പോകുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ ഇടയ്ക്ക് കള്ളച്ചൊമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ കുഴപ്പമില്ല, കുടിക്കൂട്ടെ. പിന്നെ ചുമയുടെ മെഡിസിൻ കൊടുക്കുന്നത് ഇത് അവന് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇറക്കാനായിട്ട്. അതൊന്ന് കവളത്തൊന്ന് പിടിച്ചു കൊടുത്താലേക്കാണ് തുപ്പാണ്ടിരിക്കുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ പിടിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ കുടിച്ച് പൊക്കോളൂ കേട്ടോ. അപ്പോൾ അതിനുശേഷം പിന്നെ ഉള്ളത് പനിയുടെ മരുന്നാണ്. പനിയുടെ മരുന്ന് ആവശ്യത്തിന് വേണ്ടു, പക്ഷേ ഇവന് പനി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്ലഡിന് ഇൻഫെക്ഷൻ വരുന്നുണ്ട്. ഞാൻ പനിയുടെ മരുന്ന് ചെറിയ ചൂടുള്ളപ്പോൾ തന്നെ കൊടുക്കും, കാരണം അല്ലെങ്കിൽ പിന്നെ ബ്ലഡ് എടുക്കലും ടെസ്റ്റ് ചെയ്യാൻ അങ്ങനെ നടക്കേണ്ടി വരുന്നുണ്ട്. പനിയുടെ മരുന്ന് ഞാൻ ചെറിയ ചൂട് കാണുമ്പോൾ തന്നെ കൊടുക്കും, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവന്. അപ്പോൾ അതുകൊണ്ട് പനിയുടെ മരുന്ന് കൂടി കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ മൂക്കടപ്പിനുള്ള ഡ്രോപ്പ് ഉണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുത്തു. വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല മോനായിട്ട് കുടിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ വലിയ അലമ്പൊന്നുമില്ല. അത് കഴിഞ്ഞ് കുറച്ച് ഞങ്ങൾ കളിയും പറഞ്ഞൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ നല്ല കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കിടന്നുറങ്ങാൻ പോകാണ് കേട്ടോ. അപ്പോൾ ബൈ, വേറെ വീഡിയോ ആയിട്ട് കാണാം.